الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين. قل إني أخاف إن عصيت ربي عذاب يوم أليم. قل الله أعبد مخلصا له ديني واعبدوا ما شئتم من دونه إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخفف الله به عباده يا عباد فاتقون. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. أفمن حقنا عليه كلمة العذاب أفأنذر من في النار. لكن الذين اتقوا ربهم لهم غرف من فوقهم غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الميعاد. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനവും എല്ലാം അള്ളാഹുവിന്റെ അംഗീകാരത്തിന് വിധേയമായി ആവട്ടെ. നമ്മൾ ജുമറിലെ 11-ാമത്തെ ആയത്ത് മുതൽ 21-ാമത്തെ ആയത്ത് കൂടിയ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഈ സുമർ ഇസ്ലാമിലെ പരലോകവുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇടയ്ക്കിടെ അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനീബോധത്തെക്കുറിച്ചും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വാക്കുകളെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കാനും പഠിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബിയെ താങ്കൾ പറയുക, ഇന്നീ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന്, മുഖ്ലിസൻ ലഹുദ്ദീൻ, നിഷ്കളങ്കമായ മാത്രയിലാണ്. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ദീൻ എന്നാൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ കീഴ്പ്പെടുക.
ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അന്നഅബുദ കീഴ്പണങ്ങണമെന്ന് മുഖ്ലിസൻ ലഹുദ്ദീൻ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പണങ്ങണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അവന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. പറയുന്നു ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ബിഅൻ അഖൂല ഞാനായിരിക്കാൻ അവ്വലുൽ മുസ്ലിമീൻ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും അനുസരിക്കുന്നവനായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിർത്തു ബിഅൻ അഖൂന അവ്വലുൽ മുസ്ലിമീൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനും അനുസരിക്കുന്നവനും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനായി ഇരിക്കണമെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വമാണ് ഈ വാക്കുകൾ പറയുന്നത്. മുഹമ്മദ് നബിയെ താങ്കൾ പറയുക, ഇന്നി അഖാഫു ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസൈതു റബ്ബി ഞാൻ എന്റെ നിയമങ്ങൾ ധിക്കരിക്കപ്പെടാൻ, അസൈത്തു ഞാൻ ധിക്കരിക്കാൻ, ഇന്ന അസൈത്തു ഞാൻ ധിക്കരിക്കാൻ, അദാബ റബ്ബി എന്റെ അദാബയോമിൻ അതീം ഭയാനകമായ ചില നാളിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നി അഖാഫു ഞാൻ ഭയപ്പെടുന്നു, ഇന്ന അസൈത്തു റബ്ബി ഞാൻ എന്റെ നാഥനെ ധിക്കരിക്കാൻ ഞാൻ ഭയപ്പെടുന്നു. അദാബയോമിൻ അതീം ഭയാനകമായ ഒരു നാളിന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ ശിക്ഷിക്കപ്പെടാമെന്നാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇനിയും അള്ളാഹു തആല പറയുന്നു, പറയുക അള്ളാഹുവിനെ അഅ്ബുദു ഞാൻ കീഴ്പ്പെടുന്നു മുഖ്ലിസൻ നിഷ്കളങ്കനായി ലഹു അവന് ദീനി അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ കാര്യമാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പടച്ചവന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും പറയുന്നു, താബുദു നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, മാശികത്തും നിങ്ങൾ ഉദ്ദേശിച്ചത് നിന്ദൂനി അവരെ കൂടാതെ കണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആരാധിക്കുക. താബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, മാശികത്തും നിങ്ങൾ ഉദ്ദേശിച്ചത് നിന്ദൂനി അവനെ കൂടാതെ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ അതിൽ ഇന്ന ഒരു കാര്യം നിർബന്ധം അവിടെ ഇല്ല. അതെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. നീ പറയുക, നിങ്ങൾ ഖാസിരീൻ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അല്ലദീന എങ്ങനെയുള്ള ആളുകളാണ് ഖാസിറൂ അൻഫുസഹും അവർ സ്വന്തത്തെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, വാഹിരീഹിം അവരുടെ കുടുംബത്തെയും. യൗമൽ ഖിയാമത്ത് പരലോകത്ത് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ സ്വന്തത്തെ കീഴ്പ്പെടുത്തണമെന്നും അതുപോലെ നമ്മുടെ കുടുംബത്തെ കീഴ്പ്പെടുത്തണമെന്നും പരലോകത്തെ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും ഓർത്തുകൊണ്ട് വേണം ജീവിക്കാൻ. അറിയുക, ഇതാണ് വ്യക്തമായ നഷ്ടം. മുബീൻ അതാണ് വ്യക്തമായ നഷ്ടമെന്ന് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊന്നും പറ്റാതെ പരമാവധി അള്ളാഹുവിന്റെ നിയമങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ലഹും നിങ്ങൾ പറയുക, മിൻ ഫൗഖിഹിം അവർക്ക് മീതെ ഉലലും ചില പന്തലുകളുണ്ട്, മിനന്നാറും തീക്കുണ്ടാലത്തിൽ നിന്നുള്ള ചില പന്തലുകളുണ്ട്, മിൻ തഹ്തിഹിം അവരെ താഴ്ഭാഗത്തിലൂടെ പോകുന്നു മുലലും ചില പന്തലുകൾ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽഭാഗത്തും പന്തലുണ്ട്, അഗ്നിയുടെ നരകത്തിൻ്റെതായ പന്തലുണ്ട്, മിൻ തഹ്തിഹിം മുലലും അതിന് മേൽഭാഗത്തിലുമുണ്ട് പന്തല്. അള്ളാഹു നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്, ഇബാദുഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. യാ ഇബാദി എന്റെ അടിമകളെ ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് അള്ളാഹു തആല ഉറപ്പിച്ചു പറയാണ്.
അടച്ചു നിർത്തപ്പെടുന്നവർ താവൂത്തിനെ പൈശാചിക ദുശക്തികളെ അകറ്റി നിർത്തണമെന്ന് കൽപ്പിക്കപ്പെടുന്ന ആളുകൾ താവൂത്ത പൈശാചിക ദുശക്തികളെ ഉപേക്ഷിക്കണമെന്നും വഴി മാറ്റണമെന്നും കൽപ്പിക്കപ്പെടുന്ന ആളുകൾ നിങ്ങൾ അതിനെ വഴിപ്പെടുക. വാനാബു നിങ്ങൾ മടങ്ങുക. ഇതല്ലാഹി അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുക. ലഹുമുൽ ബുശ്റ അവനാണ് എല്ലാം പൂർണ്ണമായും സുവിശേഷം അറിയിക്കുന്നവൻ അവനാണ്. ബശ്ശിർ ഇബാദി എന്റെ ദാസന്മാരെ നിങ്ങൾ അറിയിക്കുക. ബശ്ശിർ എന്റെ ആളുകളെ നിങ്ങൾ അറിയിക്കുക. ഇബാദി എന്റെ ദാസന്മാരെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും അള്ളാഹുവിന് വിധേയമാക്കി ജീവിക്കാം. പൈശാചിക ദുശക്തികളെ താവൂത്ത് എന്നാൽ പൈശാചിക ദുശക്തികളെ നിങ്ങൾ ഒഴിവാക്കുക. അയ്യൂഹ അഥവാ അതിനെ വഴിപ്പെടുന്നത് ഒഴിവാക്കുക. വാനാബു നിങ്ങൾ മടങ്ങുക. ഇതല്ലാഹി അള്ളാഹുവിലേക്ക് മടങ്ങുക. ലഹുമുൽ ബുശ്റ അവനാണ് പൈശാചികമായ ദുരിതികൾ കൊണ്ട് ബശ്ശിർ അതിനാണ് നിങ്ങൾ അറിയിക്കുക. ഇബാദി എന്റെ ദാസന്മാരെ നിങ്ങൾ അറിയിക്കുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. അല്ലതീന യസ്തമിഊന ഖൗല നിങ്ങൾ അറിയാം. യസ്തമിഊന ശ്രദ്ധിച്ചു കേൾക്കണം. അൽ ഖൗല വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഫയത്തബിഊന അങ്ങനെ അവർ പിന്തുടരുന്നു. അഹ്സനഹു അതിന്റെ ഏറ്റവും നല്ലതിനെ പിന്തുടരുന്നു. ഉലൈക അവർ അല്ലതീന എങ്ങനെയുള്ള ആളുകളാണ് ഹദാഹുമുല്ലാഹു അള്ളാഹു അവരെ സന്മാർഗരാക്കി വെച്ചിരിക്കുന്നു. സന്മാർഗ മരുടീവൻ ഉലായിക്ക് അവർ അല്ലദീന ഹദാഹുമുല്ലാഹു അള്ളാഹു അവരെ സന്മാർഗരാക്കി വെച്ചിരിക്കുന്നു. ഉലായിക്ക് അക്കൂട്ടർ ഉലുൽ അൽബാബ് അവരാണ് ഉലുൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ. അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു അഹ്സനഹു എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിന്തുടരണം. ഏറ്റവും നല്ലത് അഹ്സൻ എന്ന് പറഞ്ഞാൽ നല്ലതല്ല, ഏറ്റവും നല്ലതിനെ പിന്തുടരുക. ആ നല്ലതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കുന്നതിനൊപ്പം തന്നെ കേട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ലതിനെ ഉൾപ്പെടുത്തണം. അങ്ങനെ ജീവിക്കാമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഫമൻ ഹഖ അലൈഹി ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കീഴ്പ്പെട്ടാൽ പെരുമറ്റുള്ള അദാബ് ശിക്ഷയുടെ വചനങ്ങൾ അപാന്തതയും നിങ്ങൾ രക്ഷിക്കുകയാണോ? മംഫിന്നാറ് നരകത്തിൽ കഴിയുന്നവരെ നിങ്ങൾ രക്ഷിക്കണോ? അഫാന്തതുങ്കി മംഫിന്നാറ് നരകത്തിലുള്ളവരെ നിങ്ങൾ രക്ഷിക്കണമെന്നോ? അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭാഗത്തങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന തഖൗ ഭക്തന്മാരാകുന്ന ആളുകളെ റബ്ബഹും അവരുടെ നാഥൻ ലഹും അവർക്കുണ്ട് ഉറഫും മുറികളുണ്ട്. അതിന് മേൽഭാഗത്തുള്ള മുറികളുണ്ട്. ഉറഫും അമനീയത്തും നിർമ്മിക്കപ്പെട്ട ഉറപ്പുകളുമുണ്ട്. ഉറഫ് എന്ന കെട്ടിടങ്ങളുമുണ്ട്. അഭിനയത്തിൽ നിർമ്മിക്കപ്പെട്ട തജിരി അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിന്റെ അധ്യായത്തെ ആചാരത്തിലൂടെ അല്ലൻഹാറു ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വാഴല്ലാ അത് അള്ളാഹുവിന്റെ കരാറാണ്. ലായുഹുല്ലാഹു അള്ളാഹു കല ലംഘിക്കുകയില്ല. അൽമിയാദ് കരാറുകൾ അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. ലായുഹുല്ലാഹു മിയാദ് അള്ളാഹു ഒരിക്കലും കൽപ്പനകളെ നിർദ്ദേശങ്ങളെ ലംഘിക്കുകയില്ല എന്ന് അള്ളാഹു തആല പറയാണ്. അതുകൊണ്ട് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അവലം തറവ് നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹു നിശ്ചയം അള്ളാഹു അൻസല അവൻ ഇറക്കിയിരിക്കുന്നു. മിനസ്സമായി ആകാശത്തിൽ നിന്ന് മാൻ വെള്ളത്തെ ഇറക്കിയിരിക്കുന്നു. എന്നിട്ടോ ഫസലക്കഹു അങ്ങനെ അത് ഉറവുകളായി വരുന്നു. ജനാബിയ ഭൂമിയുടെ അടിഭാഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സുമ്മ യഹൂദു
പിന്നെ അവൻ പുറപ്പെടുന്നു നിറയെ കൃഷികളായിട്ട് പുറപ്പെടുന്നു. മുഖ്തലിഫൻ അൽവാനുഹു, അതിന്റെ വ്യത്യസ്ത സമീപനങ്ങൾ. അൽവാനുഹു അതിന്റെ മുഖ്തലിഫൻ വ്യത്യസ്തമായ ഏടുകളും. അൽവാനുഹു അതിന്റെ വ്യത്യസ്തമായ ഏടുകളും. സുമ്മയഹീജു, പിന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം പറയണം. സുമ്മയഹീജു, പിന്നെ അത് യഹീജു വാടിപ്പോകുന്നു. ആ വെള്ളവും കുടിച്ച് വെള്ളവും കഴിച്ചതിന് ശേഷം സുമ്മയഹീജു, പിന്നെ അത് വാടുന്നു. തറാഹു, അങ്ങനെ കാണാം. മുസ്വറത്തൻ മഞ്ഞ നിറം ആയതായിട്ട് കാണാം. സുമ്മയജിഅലുഹു ഹുതാമ, പിന്നെ അത് ചവളുകളായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞെല്ലാം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഗൗരവപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മറഞ്ഞു കഴിയാത്ത ആളുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. യഹീജു, അങ്ങനെ നിങ്ങൾ ആ വൃക്ഷങ്ങളായി തീരുന്നു. ഇപ്പൊ തറാഹു, എന്നിട്ട് അതിനെ നീ കാണുന്നു മുസ്വറൻ മഞ്ഞ നിറമായി കാണുന്നു. അപ്പോ ചില ധാന്യങ്ങൾ വളർന്നു വരുന്നു, പിന്നെ അത് ഉയർന്നു വരുന്നു, പിന്നീട് അത് മരമാകുന്നു, പിന്നീട് അത് വൃക്ഷമാകുന്നു. ഇപ്പൊ തറാഹു, അങ്ങനെ കാണാം. ആ അവസ്ഥയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ട് മുസ്വരൻ, അങ്ങനെ അവന് മഞ്ഞ നിറമായി മാറുന്നു. അപ്പൊ അതിന്റെ വളർച്ചയിലും അതിന്റെ ശക്തിയിലും അതിന്റെ കാഴ്ചയിലും ഒക്കെ ആയിട്ട് അവസാനം അത് മുസ്വരൻ മഞ്ഞ നിറമുള്ളതായി മാറുന്നു. സുമ്മയജിഅലുഹു ഹുതാമ, പിന്നെ അത് ചവറുകളായി മാറുന്നു. സുമ്മയജിഅലുഹു, പിന്നെ അതിനവനാക്കുന്നു ഹുതാമൻ, ചവറുകളാക്കി മാറ്റുന്നു. ഇന്നഫീദാലിക്ക, നീ പറഞ്ഞതിലെല്ലാം ഉണ്ട്. പഠിക്കുന്ന ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പല കാര്യങ്ങളുമുണ്ട്. ഇന്നഫീദാലിക്ക വലിയ പാഠങ്ങളുണ്ട്. ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് വലിയ പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്നും, അതുപോലെ ഈ മരത്തിൽ നിന്നും, ഈ കായ്കനികളിൽ നിന്നും, പച്ചക്കറികളിൽ നിന്നും ഒക്കെ തന്നെ വ്യത്യസ്തമായ അവസ്ഥയിൽ അവൻ പോയി മാറുന്നു. പിന്നെ അവൻ മഞ്ഞടിച്ചുകൊണ്ട് അവൻ പോകുന്നു. അവസാനം അത് ചവറുകളായി മാറും, ഒന്നിനും കൊള്ളാത്ത ചവറുകളായി മാറുന്നു. അങ്ങനെ ആണ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ജീവിതത്തിൽ പാലിക്കണമെന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണമെന്നും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.